ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിങ്കൾ തുടങ്ങി വെള്ളിയാഴ്ച വരെയുള്ള 5 ബ്രേക്ക്ഫാസ്റ്റുകളായിട്ടാണ്. ജോലിക്കാർക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന 5 ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 5 ബ്രേക്ക്ഫാസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായി മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അങ്ങനെ 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി തൈരാണ്, 2 ടീസ്പൂണ് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി 1/2 ടീസ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി സോഡപ്പൊടി, വളരെ കുറച്ച് സോഡപ്പൊടി. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കി എടുക്കാം. ചെറുതായി ഒന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. റവ ആയതുകൊണ്ട് വേഗം തന്നെ കുതിരും, അപ്പോൾ വെള്ളം കുറവാകും. ഇനി നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ കോരി നിറച്ച് നമുക്ക് മിക്സിയിൽ വെച്ച് അടിക്കണം. നന്നായിട്ടൊന്ന് ഇനി അടിച്ചെടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പുതിയ വീഡിയോകൾ ലഭിക്കാനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ ഞെക്കാൻ മറക്കരുത്. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കുക. ഒന്ന് ഓയിൽ നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതേമാതിരി നമ്മൾ കോരി ഒഴിച്ച് ചെറുതായി ഒന്ന് പരത്തി എടുക്കാം. തീ കുറച്ച് വെച്ച് നമുക്ക് ഇതേമാതിരി പരത്തിയെടുത്ത് വേവിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ഓയിലൊന്ന് നമുക്ക് തൂളി കൊടുക്കാം. ഇതിൽ അധികം ഓയിലൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ മതി. അങ്ങനെ നമ്മുടെ ഈ റെസിപ്പി തയ്യാറായി. ചൂടോടുകൂടി ഉണ്ടാക്കുക, നിങ്ങൾ കഴിക്കുക. ഇങ്ങനെ എല്ലാവരും നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി കാണാം. രണ്ടാമത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടായ ചേരുവകൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ടു. ഇനി നമ്മളൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർത്തി കൊടുക്കുന്നത് തൈരാണ്. 2 ടീസ്പൂണ് തൈര് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ ഇച്ചിരി പുളി ഉണ്ടായാലും കുഴപ്പമില്ല. ക്യാരറ്റാണ്, ഞാനൊരു 1/2 കപ്പ് ക്യാരറ്റ് ചീവി വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 പച്ചമുളകാണ് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വന്നിട്ട് ചെറിയ സബോള ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി വന്നിട്ട് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയെടുക്കാം. ഇതേമാതിരി കുറച്ച് കട്ടി ഇല്ലാത്ത പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കണം. അധികം കട്ടി വേണ്ട, കുറച്ച് ലൂസായി കലക്കിയെടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഒരു ദോശ തവ അടപ്പത്ത് വയ്ക്കാം. ചെറിയ തീയിൽ നമുക്ക് ഇത് ഇങ്ങനെ കോരി ഒഴിച്ച് പരത്തിയെടുക്കാം. ഇതേമാതിരി അകം പുറം വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതേമാതിരി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഗോതമ്പ് പൊടിയാണ്. ഇതിലും അധികം ചേരുവകളൊന്നുമില്ല. നമുക്ക് എളുപ്പമായിട്ട് തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാനും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി ഏതാണെന്ന് നോക്കാം. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചു. 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു സബോള ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സബോള ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ചുവപ്പ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പില നമുക്കിതിൽ ചേർത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ചുവപ്പ് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ക്യാരറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് ക്യാരറ്റ്. നമുക്കിതിലേക്കിട്ട് ഇതേമാതിരി തന്നെ നമ്മൾ ക്യാപ്സിക്കം മുളകാണ് ചെറുതായി അരിഞ്ഞത്
അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം പോലെ ചേർക്കാവുന്നതാണ്. അതേമാതിരി എരിവും ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പച്ചക്കറി ഒന്ന് വേവുന്ന വരെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി വന്നിട്ട് കാബേജാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതേമാതിരി നൈസായിട്ട് കട്ട് ചെയ്ത കാബേജാണ് 1/2 കപ്പ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ പച്ചക്കറി വാടി വന്നിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ചൊന്ന് മുകളിലൊന്ന് തെളിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം മതി. നമുക്കൊന്ന് അടപ്പ് വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ 2 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പച്ചക്കറി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനിയാണ് ഓട്സ് ഞാനിട്ട് കൊടുക്കുന്നത്. ഞാനിതിൽ ഒരു 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. ഈ ഓട്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് തെളിച്ച് കൊടുക്കാം. അധികം വെള്ളം വേണ്ട. അധികം വെള്ളമായാൽ നമ്മുടെ ഓട്സ് കുഴഞ്ഞു പോകും. അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചാലും തൂളി കൊടുത്താലും കുഴപ്പമില്ല. ഇനി 2 മിനിറ്റ് നേരം നമ്മൾക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സും പച്ചക്കറികളും എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഈ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഓട്സ് എല്ലാം നല്ല പോലെ വെന്തു. വെള്ളം തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഈ ഓട്സ് ഉപ്പുമാവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇത് ഡയറ്റുകാർക്കും എല്ലാവർക്കും കഴിക്കാൻ ഒരേപോലെ പറ്റിയതാണ്. ഇനി അങ്ങനെ നമുക്ക് 4ാമത്തെ റെസിപ്പി കൂടി കാണാം. 2 മുട്ട ഞാനൊരു ബൗളിൽ അടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു സബോള വളരെ കുറച്ച്, ഒരു 1/2 സബോള നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ജീരകപ്പൊടി കുറച്ച്, അതേപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതേമാതിരി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അധികം വെള്ളമാവാതെ കുറച്ച് ടൈറ്റിലായിട്ട് നമുക്ക് ഇതേമാതിരി നല്ല പോലെ ഒന്ന് വലുതാക്കി പരത്തിയെടുക്കാം. നല്ല പോലെ വലുതാക്കി ഒന്ന് പരത്തിയെടുക്കാം. മറിച്ചിട്ട് നമുക്ക് നല്ല പോലെ നല്ല വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കണ കല്ല് അടപ്പത്ത് വെച്ചു. ചൂടായി വന്നു. നമ്മൾ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരത്തിയത്. ഇനി അകം പുറം നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ മുകളിൽ വളരെ കുറച്ചൊന്ന് നെയ്യ് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റായിരിക്കും നമുക്ക് കഴിക്കാൻ. ഇതേമാതിരി നല്ല പോലെ ഒന്ന് അകം പുറം നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി തയ്യാറായി വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിൽ വെന്ത് നമുക്കെടുക്കാം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഓംലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 1 ടീസ്പൂണ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതേമാതിരി നമ്മൾ 2 മുട്ട അടിച്ച് ഒഴിച്ച് എടുക്കുകയാണ്. എല്ലായിടത്തേക്കും നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നല്ല പോലെ അടിയൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ അടി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഇതേപോലെ നല്ല പോലെ ഒന്ന് മറിച്ചിട്ട് വേവിക്കാം. അങ്ങനെ ഈ റെസിപ്പിയും നമ്മളുടെ വേഗത്തിൽ തന്നെ തയ്യാറാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ഓംലേറ്റ് തയ്യാറായി. നമ്മൾ ചപ്പാത്തിയുടെ മുകളിൽ വെച്ച് കൊടുത്ത് ഇതേമാതിരി ഒന്ന് ചുരുട്ടി കൊടുത്ത് റോളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1, 2, 3 കട്ട് ചെയ്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലോ എന്തിൽ വേണമെങ്കിലും ആക്കി കൊണ്ടുപോകാനും കഴിക്കുവാനും വളരെ ടേസ്റ്റാണ്. ഗോതമ്പ് മാവും അതേപോലെ ഓംലേറ്റും നമുക്ക് കഴിച്ച് ഓരോ പീസ് കഴിച്ചാലും നമുക്ക് വിശപ്പ് മാറി കിട്ടും. ഇനി അടുത്ത റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ 4 റെസിപ്പി നിങ്ങൾ കണ്ട് കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ കാണാതെ പോവരുത്. ഇതിൽ ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു പാൻ അടപ്പത്ത് വയ്ക്കുകയാണ്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 1 ടീസ്പൂണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായി വന്നു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ചെറിയ ചുവപ്പ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് നമുക്ക് വളരെ നല്ല ഒരു സാധനമാണ്. അധികം വിലയുമില്ലാത്ത സാധനം, നമുക്ക് ഗുണങ്ങൾ ഏറെയുള്ള സാധനങ്ങളാണ്. അതേപോലെ ക്യാരറ്റും നമ്മൾ 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നെയ്യിൽ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ജീരകപ്പൊടിയാണ്. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്നു. ഇനി നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം, ചെറിയൊരു മധുരത്തിനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് മാവ് കുഴച്ച് വെച്ച മാവാണ്. ഇതേമാതിരി നമ്മൾ ഓരോ ഉരുളകളായിട്ട് എടുത്ത് മൈമരുത്തി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ മാവ് അധികം ലൂസാവാണ്ട് ഇതേമാതിരി കുറച്ച് കട്ടിയിലിരിക്കണം. നന്നായിട്ടൊന്ന് വലുതാക്കി ഒന്ന് പരത്തി കൊടുക്കാം. നല്ല വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നാലാണ് നമുക്കത് മുറിച്ചെടുക്കാൻ നന്നാവുള്ളൂ. നല്ല രീതിയിൽ പരത്തിയെടുക്കാം. മാവ് കട്ടിയുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി പരത്തുമ്പോൾ പൊട്ടിപ്പോവില്ല, നല്ല പോലെ വരും. അങ്ങനെ ഇത് പരത്തി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രം വെച്ച് മുറിച്ചെടുക്കാം. ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് നമുക്ക് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ മസാല നിറയ്ക്കാൻ വളരെ നല്ലതായിരിക്കും. ഇതേമാതിരി എല്ലാം കട്ട് ചെയ്ത് ഓരോന്നായിട്ടെടുക്കാം. എല്ലാം കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് വെച്ചു. നിങ്ങൾക്ക് ഇത് ആവശ്യം പോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓരോ ടീസ്പൂണായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിത് മടക്കി ഒരു ഭുജിയമായി മാതിരി നമുക്ക് എടുക്കാം. മധുരക്കിഴങ്ങ് വന്നിട്ട് ഷുഗർ ലെവല് നിലനിർത്താനും സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ എയും സിയും ഉള്ളതിനാൽ കണ്ണിനും വളരെ നല്ലതാണ്, പ്രതിരോധത്തിനും വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കായി നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഇനി നമുക്ക് ഇതേമാതിരി ഇത് മടക്കി ഇതേമാതിരി ഒന്ന് നമ്മളൊരു കോർക്ക് കൊണ്ട് ഇതിൻ്റെ തുമ്പൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നമ്മൾ ഓയിലിടുമ്പോൾ വിട്ടു പോവില്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചു. നമ്മൾ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഓയിൽ ചൂടായി വന്നു. നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ പറക്കിയിട്ട് അടിമൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കെല്ലാനും ചുട്ടെടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇതേമാതിരി ഇതിൻ്റെ കൂട്ട് ഇരട്ടിയായി എടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മസാല, മധുരക്കിഴങ്ങ്, ക്യാരറ്റ് അങ്ങനെയുള്ള ഇത് നമുക്ക് ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ചാനലിൽ വേറെ വീഡിയോകളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് അങ്ങനെ നിരവധിയായ വീഡിയോകളുണ്ട്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഈ 5 റെസിപ്പികൾ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇതെല്ലാവരും നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.